ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിസംബർ മന്ത് പ്ലാനർ മേക്കിംഗ് ആണ്. എനിക്ക് ചെറിയൊരു പനിക്കോളുണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കണേ. പനിക്കോള് മാത്രമല്ലായിരുന്നു കേട്ടോ, എനിക്ക് എക്സാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കാരണമാണ് ഞാൻ 4 ദിവസം വീഡിയോ അപ്ലോഡ് ആക്കാതിരുന്നത്. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് പനി മാറുമെന്ന് എനിക്കിപ്പോഴൊന്നും തോന്നണില്ല. സോ ഇപ്പം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഒട്ടും വയ്യാഞ്ഞിട്ട് പോലും ഞാൻ എഫേർട്ട് ഇട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും വോയിസ് ഓവർ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. സോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. സോ ഈ മടി കാരണം ഞാൻ പലതും സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ലൈക്ക് സ്കിൻ കെയർ, സ്റ്റഡീസ്, എക്സസൈസ്, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ സ്കിപ്പാക്കാറുണ്ട്. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ റെഫർ ആക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ, നമ്മളിങ്ങനെ പ്ലാനറൊക്കെ ഉണ്ടാക്കിയിട്ട് ലൈക്ക് നമ്മൾ ഓരോ ടാസ്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ പ്ലാനേഴ്സൊക്കെ യൂസ് ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ആവാറുണ്ട്. എനിക്ക് എപ്പോഴും പ്ലാനർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഏസ്തറ്റിക്കായിട്ട് ഞാൻ പ്ലാനർ മേക്ക് ചെയ്യാറ്. എനിക്കങ്ങനെ പടം വരയ്ക്കാനൊന്നും വലിയ കഴിവില്ല, പക്ഷേ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വരയ്ക്കുന്നതാണ്. ഇപ്പോൾ ഡിസംബറിലെ തീം എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പോൾ ഹലോ ഡിസംബർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു സാന്റാക്ലോസിനെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാണ് സാന്റാക്ലോസിൻ്റെ മൂക്ക് ഇങ്ങനത്തെ ഒരു കളറ്, എൻ്റെ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള കളറില്ല, എന്നിട്ട് സ്കെച്ചല്ലേ ഉപയോഗിക്കുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് ആ കളറ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ്, പിന്നെ ഒരു ബെല്ല്, പിന്നെ എനിക്ക് ആ പൂക്കി റിബൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഞാനത് എന്ത് ചെയ്താലും ഞാൻ ആ റിബൺ വരച്ച് വെക്കും. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാനതങ്ങനെ വരച്ച് വെച്ചേക്കണേ. പിന്നെ സാന്റാക്ലോസിൻ്റെ വടി വരച്ച് വെച്ചിട്ടുണ്ട്. സോ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ കവർ പേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത നെക്സ്റ്റ് പേജിൽ ഞാൻ കലണ്ടർ, ചെറിയൊരു ഹാബിറ്റ് ട്രാക്കറാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ചുമ്മാ ഞാനിങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ ചുറ്റും ഞാൻ വരച്ച് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്ത് ഡിസൈനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ചുമ്മാ ഇങ്ങനെ കിട്ടി, ഞാൻ ചുമ്മാ ഇങ്ങനെ വരച്ചങ്ങോട്ട് പോയി. ഇതിനകത്ത് തന്നെ എഴുതാനും പിന്നെ ഓരോ പടത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജെൽ പെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ കലണ്ടറിനൊക്കെ എഴുതി ചുമ്മാ ഹൈലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വരച്ചു കൊടുക്കുന്ന ഒരു സ്റ്റഡി ട്രാക്കറാണ്. നമ്മൾ ആ ഒരു ഡേ ഗുഡായിട്ടാണോ പഠിച്ചത്, അത് ആവറേജ് ആണോ അതോ ബാഡായിട്ടാണോ പഠിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കറാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ സ്കിൻ കെയറിൻ്റെയും. സോ ഈ വീഡിയോ വെറും ഒരു 6-7 മിനിറ്റുള്ളൊരു വീഡിയോ ആയിരിക്കും. ബട്ട് ഈ ഒരു പ്ലാനർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 4-5 hours പോയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കിങ്ങനെ പടം വരയ്ക്കാനൊന്നും അറിയത്തില്ല. സോ പടം വരച്ചൊക്കെ വരുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും. പിന്നെ ആദ്യം പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്ത്, പിന്നെ എൻ്റെ മണ്ടയിൽ കൂടെ പെൻ കൊണ്ട്, പിന്നെ സ്കെച്ച് വെച്ച് മാർക്ക് ചെയ്യുന്നു. ഇതൊക്കെ നല്ല ടൈം എടുക്കുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇത് എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ളതാണ്, കണ്ടൻറ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിന് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ എൻ്റെ പ്ലാനറിൽ ഒരു ഇടം കൊടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾ യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ ഇത് ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അല്ലാത്തവരാണെങ്കിൽ ഈ പേജ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ.
ഇന്നത്തെ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് എഴുതി വെക്കാനുള്ളതാണ്. മന്ത്ലി ഗോൾസ് എഴുതാം, അതുപോലെ തന്നെ ഇയർലി ഗോൾസ് എഴുതാം. സോ അതിന് വേണ്ടിയിട്ടാണ് ആ പേജ്. സോ ഞാൻ ചുമ്മാ അതൊരു ക്രിസ്മസ് ട്രീയും കൂടെ ആ പേജിൻ്റെ സൈഡിൽ വരച്ച് വെക്കാനുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് മൂഡ് ട്രാക്കറാണ്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവമാണ്. അപ്പം ഞാൻ മന്ത്ലി വെച്ച് നോക്കുമ്പം കഴിഞ്ഞ മന്തിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ഇമോഷൻ കൺട്രോൾ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു മൂഡ് ട്രാക്കർ യൂസ് ആക്കുന്നത്. അതുപോലെ നമ്മളൊരു മന്തിൽ എത്ര വട്ടം നമ്മൾ ഹാപ്പി ആയിരുന്നു നമുക്ക് ഈ ഒരു ട്രാക്കറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നമ്മൾ നെക്സ്റ്റ് മന്ത് കുറച്ചും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കാനാണ് കേട്ടോ ഞാൻ ഈ മൂഡ് ട്രാക്കർ യൂസ് ആക്കുന്നത്. സോ ഞാൻ ഈ താഴെ വരയ്ക്കുന്നത് ഹാപ്പി ആണെങ്കിൽ ഏത് കളർ കൊടുക്കണം, സാഡ് ആണെങ്കിൽ ഏത് കളർ കൊടുക്കണം, ദേഷ്യമാണെങ്കിൽ ഏത് കളർ കൊടുക്കണം, ഇപ്പോൾ കരഞ്ഞെങ്കിൽ ഏത് കളർ കൊടുക്കണം, ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ള ദിവസമാണ് ഏത് കളർ കൊടുക്കണം, അങ്ങനെ. പിന്നെ അടുത്ത പേജ് എന്ന് പറയുന്നത് ഹൗ വാസ് ദ ഡേ, നമ്മുടെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, അതായത് ഒരു ദിവസത്തെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ എഴുതി വെക്കാനാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.